നിരന്തരമായി ചില മേഖലയിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഒരു കാരണം ദൈവം ആ വിഷയത്തിൽ ഒരു ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നിടത്ത് ശത്രു അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കാൻ അതിനെതിരെ അവന്റെ സ്വാധീനം, അവന്റെ ശക്തി, അവന്റെ തീരുമാനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കും. ചില വിഷയങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും അസ്വസ്ഥമുണ്ട്? കാരണം എന്താ? ആ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആലോചനയുണ്ട്, അതുകൊണ്ട് ആ വിഷയത്തിൽ അസ്വസ്ഥ ഉണ്ടാവും. ഒരു നല്ല കാര്യം, ഒരു ദൈവ പദ്ധതി, ഒരു വിവാഹം, അങ്ങനെയുള്ള നല്ല കാര്യമൊക്കെ വീട്ടിൽ നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിസ്സാര കാര്യം പറഞ്ഞ് ആ വിവാഹത്തിൻ്റെതായ സന്തോഷവും സമാധാനവും ഒക്കെ തല്ലിക്കിടത്താൻ പിശാച് ശ്രമിക്കും. ചിലപ്പോൾ സാരി എടുക്കാൻ വിളിച്ചു പോയി, കെട്ടിയവരുടെ വീട്ടുകാർ അരമണിക്കൂർ വൈകിയാ വന്ന് മതി തീർന്നു, പിന്നെ അതിന്റെ പേരിൽ അടി ബഹളം. ഒരു ദൈവകൃപ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കും ദൈവിക പദ്ധതി, സ്വർഗത്തിന്റെ കൃപ ഒക്കെ വർഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പിശാച് ശക്തമായിട്ട് 1851 ഖണ്ഡികയിൽ പറയുന്നത് അവൻ അക്രമാസക്തനാകുന്നതാണ്. അങ്ങനെയായിരിക്കും പണിയുന്നത്. സാധാരണ പണിയൊന്നുമല്ല. ഇനിയിപ്പോ പീഡിപ്പടക്കൊന്നുമല്ല പൊടിക്കുന്നത്, നല്ല ആറ്റം പോയിട്ടായിരിക്കും പിന്നെ പൊടിക്കാൻ പോകുന്നത്.